അതായത് വിപ്രോയിൽ ആർക്കെങ്കിലും 12 കോടി കിട്ടിയിട്ടുണ്ട്? 12 അല്ല, 1200 കോടി. സോറി, 1200 കോടി കിട്ടിയെന്ന് നമ്മളാരും കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരാൾ കൂട്ടുകാരന് മെസ്സേജ് അയച്ചു, ബെൻസ് ഞാൻ വാങ്ങിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബെൻസിൻ്റെ സ്പെല്ലിങ് തെറ്റായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ കണ്ടുപിടിച്ചത് എന്താ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് ബെൻസിൻ്റെ സ്പെല്ലിങ് തെറ്റാണെന്ന് കണ്ടുപിടിച്ചത്. തിരിച്ച് പറഞ്ഞത് സ്പെല്ലിങ് തെറ്റാണ്, നീ അവിടെ സ്പെല്ലിങ് നോക്കിയിരുന്നു, ഞാൻ ബെൻസ് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ പറഞ്ഞത് വിപ്രോയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഷെയറും കൊടുത്തത് കൊണ്ട് അത് വലിയ രീതിയിലോട്ട് വളർന്നു. അടുത്ത 10 വർഷം കഴിയുമ്പം ഇതുപോലെ സാധ്യതയുള്ള മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റും ഡിവിഡൻറ്റും ബോണസും കിട്ടാൻ സാധ്യതയുള്ള വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ നിക്ഷേപിക്കണം. അതാണല്ലോ എൻ്റെ മെസ്സേജ്. 1980 സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റിൻ്റെ ഒരു കണക്കുണ്ട് കയ്യിൽ. 1981 1:1 ബോണസ്, 85 1:1, 87 10:2 സ്പ്ലിറ്റ്, 89 1:1, 92 1:1, 95 1:1, 97 2:1, 99 5:1, 2004 2:1, 2005 1:1, 2010 2:3. ബോണസാണ്. സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 99 2010 2:3, 2017 1:1, 2019 1:3, 2024 1:1 ബോണസ്. ഇത്രയും ബോണസും സ്റ്റോക്ക് സ്പ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിൻ്റെ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്ന മെസ്സേജ് എന്താണ്? 10 സെൻറ്റ് സ്ഥലം മേടിച്ചാൽ 10 വർഷം കഴിയുമ്പോൾ 10 സെൻറ്റ് സ്ഥലം ഉണ്ടാവുള്ളൂ. സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും തുകയുടെ അഡീഷണൽ സ്റ്റോക്ക് കിട്ടി എന്നാണ് മെസ്സേജ്. ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് നിയമപരമായി ബേസിൽ സെബിയിൽ ഫയൽ ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ കോപ്പിയിൽ നിന്ന് എടുത്തിട്ടുള്ള കണക്കല്ലേ അത്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ അന്നത്തെ തുകയും ഇന്നത്തെ വാല്യൂ ഇത്രയും നമ്പർ കൂടി കിട്ടി. അത് ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ 1200 കോടി ആവുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല, അതിൻ്റെ കൺസെപ്റ്റാണത്. ഞാനൊരിക്കലും 1200 കോടി കിട്ടിയെന്നല്ല പറഞ്ഞത്, ഒരാൾക്ക് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. വിപ്രോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായത് കാരണം ഫണ്ടമെന്റൽസിൽ മാറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മാറ്റം വന്നിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ കമൻറ്റുകൾ എല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആളുകളുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റോ ബോണസോ വരുന്നതുകൊണ്ട് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലി അത് സ്ട്രോങ് ആവുന്നോ ടെക്നിക്കലി അത് സ്ട്രോങ് ആവുന്നോ ഒരർത്ഥവുമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അത്ര ഉള്ള അതിന് ഉത്തരം. MyFin TV. Download the app now.